പ്രേക്ഷകരെ, മഴ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ ജില്ലകളിലേക്കും നമുക്ക് പോകാം. എറണാകുളത്തേക്ക് ആദ്യം പോയാൽ എറണാകുളം ജില്ലകളിൽ വിവിധയിടങ്ങളിൽ മഴ തുടരുന്നു. ഏലൂർ നഗരസഭയിലെ കുറ്റിക്കാട്ടുകരയിൽ വീടുകളിൽ വെള്ളം കയറി. 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പെരിയാറിലും മൂവാറ്റുപുഴയിലും ജലനിരപ്പുയർന്നു. ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. കുട്ടമ്പുഴ പൂയംകുട്ടിപ്പുഴയിലും ജലനിരപ്പുയർന്നു. സജോ ദേവസ്യ നൽകും എറണാകുളത്തെ ഏറ്റവും പുതിയ മഴ വിവരങ്ങൾ. സജോ, എന്താണ് അവസ്ഥ? കൊച്ചിയിലടക്കം ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്? ഈ ഏലൂർ നഗരസഭയിലെ കുറ്റിക്കാട്ടുകരയിലേക്ക് അവസ്ഥ എന്താണ്? റോഷി, കൊച്ചിയിൽ എറണാകുളം ജില്ലയിൽ പൊതുവെ അതിശക്തമായ മഴ വിവിധയിടങ്ങളിൽ തുടരുകയാണ്. വെള്ളക്കെട്ട്, ഒപ്പം നദികളിലെയും ആറുകളിലെയും തോടുകളിലെയും ജലനിരപ്പ് കാര്യമായി ഉയരുന്നു എന്നതാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് മൂവാറ്റുപുഴയിലെ ജലനിരപ്പ് അപകടനില പിന്നിട്ടു എന്നാണ് ജാഗ്രതാ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. മൂവാറ്റുപുഴയാറിൻ്റെ തീരങ്ങളിൽ അധിവസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആലുവ മണപ്പുറത്താണ്. പെരിയാറിനോട് ചേർന്നുള്ള മണപ്പുറത്താണ് ആലുവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു ഭാഗം പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പെരിയാറിലെ ജലനിരപ്പും കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയണം. നേരത്തെ ഭൂതത്താൻകെട്ട് ഡാമടക്കം ഷട്ടറുകൾ ഉയർത്തി ജലം താഴേക്ക് ഒഴുക്കിയിരുന്നു. ഒപ്പം വൃഷ്ടി പ്രദേശങ്ങളടക്കം അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് കാര്യമായി ഉയർന്ന ഒരു സാഹചര്യമാണ് പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പെരിയാറിൻ്റെ തീരങ്ങളിലും മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് ജാഗ്രത പാലിക്കണം എന്നതിൽ കവിഞ്ഞ ഒരു മുന്നറിയിപ്പിലേക്ക് പോയിട്ടില്ലെങ്കിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. കൂടുതൽ ജലവിധാനം ഉയരാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏലൂർ നഗരസഭയിലെ കുറ്റിക്കാട്ടുകര എന്ന മേഖലയാണ്. അവിടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. 30ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഏലൂർ നഗരസഭയിൽ മാത്രം 2 ക്യാമ്പുകൾ തുറന്നു. അതിനോട് ചേർന്ന് ആലുവ, ചെങ്ങമനാട്, അതായത് പെരിയാറിൻ്റെ സമീപ പ്രദേശങ്ങളാണ് വിവിധയിടങ്ങളിൽ. പെരിയാറിലെ ഒരു ജലനിരപ്പിൻ്റെ സ്ഥിതി നമുക്ക് ഈ ശിവക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രം മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങോട്ടൊക്കെ പൂർണ്ണമായും കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. കൂടുതൽ ഇനിയിപ്പോൾ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. കാരണം ഡാമുകൾ നിറയുന്ന മുറയ്ക്ക് കൂടുതൽ വെള്ളം ഒഴുക്കേണ്ട സാഹചര്യം ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അടക്കം കാര്യത്തിൽ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഇടുക്കിയിൽ മഴ പെയ്ത് ഡാമുകളിൽ നിന്ന് വെള്ളം വരുന്നതടക്കം തുറന്നുവിടുന്ന പശ്ചാത്തലത്തിലൊക്കെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സ്ഥിതിയുണ്ട്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ മഴയാണ്. മലയോര മേഖലയിലാണ് ഏറ്റവും ശക്തമായ മഴ ലഭിക്കുന്നതിൽ കോതമംഗലം, മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. ഒപ്പം മൂവാറ്റുപുഴ ആറ് പോലെ തന്നെ കുട്ടമ്പുഴയിലും അവിടെയും സമാനമായ സ്ഥിതിയാണ്. അവിടെ മണികട്ടഞ്ചാൽ, ചപ്പാത്തൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് എടുത്തു പറയണം. അതിൽ ആലുവ, ചെങ്ങമനാട്, ഒപ്പം അങ്കമാലി, കുന്നുകര, അങ്ങനെ വിവിധ പ്രദേശങ്ങൾ, കളമശ്ശേരിയുടെയും ഏലൂരിൻ്റെയും താഴ്ന്ന പ്രദേശങ്ങൾ, അങ്ങനെ നിരവധി താഴ്ന്ന പ്രദേശങ്ങളിൽ ഇതിനകം വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. റോഡുകൾ, ഇടറോഡുകളിലൊക്കെ കാര്യമായി വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുന്നു. അതിൽ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ്, പ്രധാനമായും ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് മൂവാറ്റുപുഴയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് നൽകിയിരിക്കുന്നത്. പ്രളയ മുന്നറിയിപ്പാണ്. അപകടനില തരണം ചെയ്തു എന്ന് ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യം പരിഗണിച്ചുള്ള ജാഗ്രത പാലിക്കണം. ഒപ്പം തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. പ്രത്യേകിച്ച് കണ്ണമാലി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ, ഞാറയ്ക്കൽ, മുനമ്പ ഉൾപ്പെടുന്ന മേഖലയിലും സമാനമായ സ്ഥിതിയുണ്ട്. തീരപ്രദേശത്തും മലയോരത്തുമാണ് ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മണ്ണിടിച്ചിലിനും ശക്തമായ കാറ്റിനും മഴയ്ക്കുമുള്ള സാധ്യത നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. ഏതാണ്ട് സമാനമായ സ്ഥിതി തന്നെയാണ് മേഖലയിൽ എല്ലായിടത്തും ഉള്ളത്. മിക്കവാറും പുഴകളും തോടുകളും ഒക്കെ നിറയുന്ന, അല്ലെങ്കിൽ ജലവിധാനം കൂടുതൽ ഉയരുന്ന സാഹചര്യം ജില്ലയെ സംബന്ധിച്ച് പൊതുവിലുണ്ട്. മഴ കാര്യമായി ദുർബലപ്പെടുന്ന ഒരു സാഹചര്യമില്ല. ഇടവിട്ട് അതിശക്തമായ മഴ ലഭിക്കുന്നു. ഇപ്പോഴും ആലുവ ഉൾപ്പെടുന്ന, ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് ഉൾപ്പെടെ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്ന കർശനമായ നിർദ്ദേശമുണ്ട്. കാരണം പലപ്പോഴും മഴക്കെടുതിയുടെ ഭാഗമായ വലിയ ദുരിതങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് മുന്നറിയിപ്പ് പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിലും ജില്ലാ ഭരണകൂടം പങ്കുവയ്ക്കുന്നത്. സജോ, ആ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കൊച്ചിയാണെങ്കിൽ നമുക്കറിയാം, ഒരു മഴ പെയ്താൽ തന്നെ വെള്ളം റോഡിലടക്കം നിറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നഗരത്തിലൊക്കെയുള്ള അവസ്ഥ ഇപ്പോൾ എന്താണ്? റോഷ്നി, നഗരമേഖലകൾ, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ പലപ്പോഴും മഴ കനത്തു പെയ്താൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന സാഹചര്യം മിക്കയിടങ്ങളിലും ഉണ്ട്. രാവിലെ MG റോഡ് അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം അല്പം മഴയൊന്നും ദുർബലപ്പെട്ടതോടുകൂടി മാറിയെങ്കിലും സമാന സാഹചര്യം വീണ്ടും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് താഴ്ന്ന പ്രദേശങ്ങൾ മാത്രമല്ല, കൊച്ചിയുടെ ഒരു പ്രത്യേകതയാണ്. നേരത്തെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കം പദ്ധതികൾ ഇതിനുവേണ്ടി ആവിഷ്കരിച്ചിരുന്നു. എങ്കിൽ കൂടിയും അത് പൂർണ്ണതോതിൽ ഫലവത്തായോ എന്ന സംശയമുണ്ട്. ഒപ്പം വിവിധ കനാലുകളും മറ്റും നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ
തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ശക്തമായ ആ വെള്ളക്കെട്ട് ഈ ഇടങ്ങളിൽ എല്ലാം ഉണ്ട് എന്നതാണ്. അതാണ് ഈ നഗരത്തിൽ പലപ്പോഴും വലിയ ഗതാഗത കുരുക്കിനടക്കം കാരണമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. ഇടയ്ക്ക് ഉച്ച സമയമായപ്പോഴേക്കും അല്പം മഴ ദുർബലപ്പെട്ടിരുന്നു. പക്ഷേ വീണ്ടും മഴ ശക്തിപ്പെടുകയാണ് എല്ലാ ഇടങ്ങളിലും എന്താണ്. നഗര തീരദേശ മലയോര മേഖല വ്യത്യാസമില്ലാതെ ശക്തമായ മഴ ലഭിക്കുന്നു. പെരിയാറിൽ യഥാർത്ഥത്തിൽ ഇടയ്ക്ക് മഴ ദുർബലപ്പെട്ടതും നീരൊഴുക്ക് കുറഞ്ഞതുമായതുകൊണ്ട് ജലനിരപ്പ് അല്പം കുറഞ്ഞു എന്നതായിരുന്നു ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത്. പക്ഷേ